ഹായ്, പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലോട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് 4 വർഷമാകുന്നു. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഡിസ്പ്ലേ തന്നെ എനിക്ക് വന്ന, അതായത് ഞാൻ ഈ പ്രാവശ്യം വന്നത്, സാധാരണ എൻ്റെ വീട് കോട്ടയത്താണ്. ഞാൻ കോട്ടയത്താണ് വരുന്നത്. ഹൈദരാബാദിൽ നേരിട്ട് കോട്ടയത്ത് വരുമ്പോൾ എനിക്ക് 5000 പ്ലസ് പെട്രോൾ ചാർജ് ആകാറുണ്ട്. 21-22 കിലോമീറ്റർ. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം വന്നു. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം വന്നു. അപ്പോൾ ഞാനിതുവരെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ പ്രാവശ്യം ഞാൻ എന്നാലും വീഡിയോ എടുത്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ 4 വർഷത്തെ എക്സ്പീരിയൻസ്, കിഡ് കൊണ്ടുള്ള എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരം വരെ, എൻ്റെ വൈഫിൻ്റെ വീട് വരെ 1300 കിലോമീറ്റർ, 305 കിലോമീറ്റർ, ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്തു. എനിക്ക് 22 കിലോമീറ്റർ കിട്ടി. 22 പ്ലസ് കിട്ടി കേട്ടോ. 120 കയറി. എന്നാൽ നമ്മൾ ഓടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, 40, 80, 90 കിലോമീറ്റർ ആ ദൂരത്തിൽ ഓടിച്ച് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കിലോമീറ്റർ കിട്ടും. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നല്ല മൈലേജ് കിട്ടും. AC ഇട്ടാണ് വന്നത്. ഇടയ്ക്ക് മാത്രം AC എന്ന് പറഞ്ഞാൽ ഫുൾ അവിടുന്ന് ഇവിടം വരെ AC ആണ് ഇട്ടത്. പക്ഷേ ഇടയ്ക്ക് കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം AC ഓഫ് ചെയ്യും. അപ്പം എന്നിരുന്നാലും എനിക്ക് മൈലേജ് കുറഞ്ഞില്ല. കുറച്ച് നേരത്തേക്ക് മാത്രം. പിന്നീട് വീണ്ടും AC ഇട്ട് തന്നെ പോരുകയാണ്. ഇപ്പം ഞാൻ ഹൈദരാബാദിലായിരുന്ന സമയത്തും ഇടയ്ക്ക് ഞാൻ അവിടെ AC ഇല്ലാതെ ഓടിച്ച് നോക്കി, ഹൈവേ കൂടെ 100 കിലോമീറ്ററും 90 കിലോമീറ്റർ സ്പീഡിൽ. അപ്പോഴെനിക്ക് 25 കുറയാതെ എനിക്ക് മൈലേജ് കിട്ടി. അതന്നേരം അതിൻ്റെ വീഡിയോ എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്നുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ചെയ്ത് വെച്ചായിരുന്നു, അതും ഞാൻ കാണിക്കാം. ഞാൻ ഇപ്രാവശ്യം വന്നതിൻ്റെയും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളാണ് കാണിക്കാമെന്നാണ്. ഇപ്പോൾ പലരും ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്, കിഡ് എടുത്തിട്ട് നഷ്ടമാണെന്ന് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് റേറ്റിന് നമുക്ക് ഒരു ബെൻസിൻ്റെ അല്ലെങ്കിൽ BMW ഒക്കെ സൗകര്യം കിട്ടണമെന്ന് നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കെല്ലാം, ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയെല്ലാം വെച്ച് നോക്കുമ്പോൾ കിഡ് നല്ല കംഫർട്ടബിളാണ്, നല്ല ഒരു ഓപ്ഷണലാണ്. കാരണം നമുക്കധികം പെട്രോൾ മൈലേജ് ഉണ്ട്. ഞാൻ ഹൈദരാബാദ് സിറ്റി കൂടെ ഓടുമ്പം എനിക്ക് 14 കിട്ടും, 12-14. കാരണം ഭയങ്കര തിരക്കാണ് അവിടെ. പക്ഷേ സിറ്റിക്ക് പുറത്ത് ഹൈവേ കയറി കഴിയുമ്പോൾ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെയല്ല, ഞാൻ നേരത്തെ എയറായിരുന്നു എൻ്റെ ടയറിനിട്ടിരുന്നത്. ഞാൻ അത് മാറ്റി നൈട്രജനായപ്പോൾ ശകലം കൂടെ മൈലേജ് വ്യത്യാസം വരുന്നുണ്ട്. ഡ്രൈവിങ് അല്പം സോഫ്റ്റ് ആവുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഡ്രൈവിങ് കിട്ടുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വണ്ടി 2021 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത് ഇപ്പോൾ ഏതാണ്ട് 30,000 കിലോമീറ്റർ മിച്ചമായി. ഈ വരവിൽ 31ആയി. ഈ വരവോടുകൂടി 30,000 കിലോമീറ്റർ കഴിഞ്ഞു. 4 വർഷം കൊണ്ട് ഞാൻ 30,000 കിലോമീറ്റർ ഓടി. ഈ 4 വർഷം എക്സ്പീരിയൻസ് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ടാണ് ഫീൽ ചെയ്തത്. എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച്. നമുക്ക് ചെറിയ മൈനസ് എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് 800 cc വണ്ടി ആയതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരല്പം ചെറിയ ലാഗ് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ടൗൺ ഏരിയ വരുമ്പോൾ. സിറ്റിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിഗ്നലിലെടുക്കുമ്പോൾ ഒരു ഇച്ചിരി ലാഗ് തോന്നാറുണ്ട്. പക്ഷേ വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക്. പിന്നെ കയറ്റം കയറുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ നല്ല സ്പീഡിൽ വരുവാണെങ്കിൽ കുഴപ്പമില്ല. നിർത്തി എടുക്കുമ്പോൾ ചെറിയൊരു ലാഗിങ് തോന്നാറുണ്ട്. കാരണം അതിൻ്റെ പവറിനനുസരിച്ചുള്ള ആ ഒരു ലാഗിങ് ഒരു ഇതുണ്ടാവും. ഞാനിപ്പോൾ 3 പ്രാവശ്യം ഫാമിലിയായി ഇവിടുന്ന് യാത്ര ചെയ്തു. നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. സുഖമായിരുന്നു യാത്ര ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലോട്ടുള്ള യാത്ര തിരിച്ചും നല്ല സുഖകരമായിട്ട് തന്നെ ഞാൻ യാത്ര ആസ്വദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഡ്രൈവിങ് ആസ്വദിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. അവിടുന്ന് ഇവിടം വരെ വരുമ്പം റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇനി നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ കിഡ് എടുക്കുന്നവർക്ക് ഞാൻ നല്ല ഓപ്ഷനാണ് തരുന്നത്. നല്ല കംഫർട്ടബിളാണ്. നമുക്ക് നല്ല ഹാൻഡ്ലിങ് വണ്ടിയാണ്. ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ് കിഡ്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ എനിക്ക് എത്ര രൂപ ഞാൻ പെട്രോൾ അടിച്ചെന്നും എത്ര കിലോമീറ്റർ ഓടിയെന്നും അതിൻ്റെ കൃത്യമായ ഒരു വിവരണം ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേ തന്നെ ഞാൻ കൊടുക്കാം. ഞാൻ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്നുള്ളതിൻ്റെ. അത്
വീഡിയോയുടെ അവസാനം ഞാൻ ചെയ്യുന്നതാണ്. ഇതാണ് പെട്രോൾ അടിച്ചതിൻ്റെ ബില്ല്. ഞാൻ 5 പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ചതിൻ്റെയാണ്. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, തെലുങ്കാന നേപ്പാൾ അടിച്ചതിൻ്റെ പെട്രോളിൻ്റെ ബില്ലാണിത്. ഇത് നോക്കി ഞാൻ എൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് എക്സലിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും റേറ്റാണ്. തെലുങ്കാന അടിച്ചപ്പോൾ 107, 108, കർണാടകയ്ക്കപ്പോൾ 103, 102, തമിഴ്നാട്ടിൽ വന്നപ്പോൾ 101, ഇങ്ങനെയാണ് റേറ്റ് വന്നത്. അതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം ആവറേജ് നമുക്ക് കിട്ടും 104.6.5 ആവറേജ് റേറ്റ്. അതിന് ഉപയോഗിച്ച് ഞാൻ 58 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ചു. ആ 58 ലിറ്ററിൻ്റെ പെട്രോളിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ 6069.5 ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കാൽക്കുലേറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ടോട്ടൽ കിലോമീറ്റർ ഓടിയത് 1305 കിലോമീറ്റർ. ഹൈദരാബാദിൽ മുതൽ തിരുവനന്തപുരം എൻ്റെ വീട് വരെ 1305 കിലോമീറ്ററാണ് ഞാൻ ഫുൾ ഓടിയത്. ആ 1305 ഭാഗം 58 കിലോമീറ്റർ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് മൈലേജാണ് 22.5 ലിറ്റർ മൈലേജ്. കാണിച്ചിരിക്കുന്നതിൽ 6390 രൂപ 70 പൈസ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റാണ്. അത് നമ്മൾ മുഴുവൻ അടിച്ചതിൻ്റെ കോസ്റ്റാണ്. ഞാനിപ്പോൾ എമൗണ്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന അതാണ് 58 ലിറ്റർ ഉപയോഗിച്ചതിൻ്റെയാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേ ഞാൻ ഇതിനു മുമ്പുണ്ടായ എക്സ്പീരിയൻസിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ കാണുന്നത്. ഇങ്ങനെയുള്ള നല്ല വീഡിയോകൾക്കായി നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എക്സ്പീരിയൻസാണ്, ലോങ് ജേർണിയിലുണ്ടായ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് ഞാൻ ഇപ്പം നാട്ടിലുണ്ട്. തിരിച്ചു പോകുമ്പം ഇതുപോലെ നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ക്യൂട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമെന്ന് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.